കണ്ണൂർ എപ്പോൾ പോയാലും അപ്പം എനിക്ക് പറശ്ശിനിയിൽ പോകണം. പറശ്ശിനി പോവാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഞാനപ്പോൾ ഇന്ന് പറശ്ശിനി പോയപ്പോൾ ഒരു വ്ളോഗ് കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ആ വ്ളോഗാണ് നിങ്ങളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറശ്ശിനിയിൽ നിന്ന് വരുമ്പോൾ നടന്ന പോകുന്നതിൽ ഇതുപോലുള്ള സ്കൂളിൻ്റെ മുന്നിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇത് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുമാണ്, പിന്നെ UP ഉണ്ട് കേട്ടോ. ഇങ്ങനെ 3 സ്കൂൾസും അടുത്തടുത്ത് തന്നെയാണ്. പക്ഷേ ഹയർ സെക്കൻഡറി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലൂടെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അടുത്തായിട്ട് ഇവരുടെ മീൻസ് പറശ്ശിനിയുടെ തന്നെ ക്ലിനിക്കും ഉണ്ട്, FHSC എന്ന് പറയുന്ന ക്ലിനിക്കും ഉണ്ട്. അങ്ങനെ നടന്നു പോവുകയാണ് ഞാൻ. നടന്നു പോകാൻ നല്ല സുഖമാണ് കേട്ടോ, പക്ഷേ ഇതിൻ്റെ കയറാനാണ് ബുദ്ധിമുട്ട്, ഈ സ്റ്റെപ്സ്. ഇതിൻ്റെ അടുത്ത് ചോന്നമ്മ ഭഗവതി കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടം കൂടിയുണ്ട്, അവിടെ തെയ്യമൊക്കെ നടക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ ചന്തകൾ കാണാം. ഈ ചന്തക്ക് നമ്മൾ ഇവിടെ ചന്ത എന്നാണ് പറയുന്നത്, കുറേ സാധനങ്ങൾ കളിപ്പാട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലത്തിന്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നായകളെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. ഈ നായകൾ ആരെയും ഇന്നേ വരെ ഉപദ്രവിച്ചതായിട്ട് പറഞ്ഞു കേട്ടിട്ടേ ഇല്ല. അതുപോലെ തന്നെ ഈ പുഴയും നല്ല രസമാണ് കേട്ടോ കാണാൻ. നല്ലൊരു പോസിറ്റീവ് വൈബ് നൽകുന്ന അറ്റ്മോസ്ഫിയറാണ് ഇവിടുത്തത്. ഇവിടെ വന്നവർക്ക് ആരോടും നമ്മുടെ ഈ ഫുഡിനെ കുറിച്ചുള്ള ടേസ്റ്റ് വർണ്ണിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്രയും രസമാണ് ഈ ഫുഡ് അല്ലേ. നിങ്ങൾ ഈ പറശ്ശിനിക്കടവിൽ വന്നിട്ടില്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് കേട്ടോ ഈ ഒരു സ്ഥലം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.